ഒരു ഗ്രാമം, ഒരു വീട്, അച്ഛൻ അമ്മ അടങ്ങുന്ന ഒരു കുടുംബം. വളരെ സന്തോഷകരമായ കുടുംബം. അവർക്കൊരു മകളുണ്ട്, പേര് ദുർഗ. +2 പഠിക്കുകയാണ്. അവളുടെ സ്കൂളിൽ തന്നെയാണ് അവളുടെ അച്ഛൻ മലയാളം അധ്യാപകനായി ജോലി ചെയ്യുന്നത്. അവർ ഒരുമിച്ചാണ് സ്കൂളിൽ പോകാറ്. വളരെ ഹാപ്പി. ഈ ദുർഗ പഠനത്തിലൊക്കെ മിടുക്കിയായിരുന്നു. എല്ലാ മേഖലയിലും അവൾ പാട്ട്, ഡാൻസ്, വര എല്ലാത്തിലും മിടുക്കി. എല്ലാവരുടെയും കണ്ണിലുണ്ണിയുമായിരുന്നു. അങ്ങനെ അച്ഛൻ തിരുവനന്തപുരത്ത് മറ്റും സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ദുർഗ സ്കൂളിലും ട്യൂട്ടോറിയലിലും ഒക്കെ തനിച്ചായിരുന്നു പോകാറ്. അതുപോലെ ഒരു ദിവസം തനിച്ച് ദുർഗ ട്യൂട്ടോറിയലിൽ നിന്നും വരികയായിരുന്നു. അപ്പോഴേക്കുമാണ് കുട്ടൻ, ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ, അവളോട് തൻ്റെ ഇഷ്ടം പറയുന്നു. അതൊരിക്കലും ദുർഗയ്ക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അവൾ തൻ്റെ ഇഷ്ടക്കേട് കൃത്യമായ സ്വരത്തിൽ അവനോട് പറഞ്ഞു. അത് പക്ഷേ അവന് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല, തൻ്റെ ഇഷ്ടം നിരാകരിക്കപ്പെടുന്നത്. തട്ടിമാറ്റി ദുർഗ മുന്നോട്ട് തന്നെ പോയി. അവൻ റോഡരികിൽ ഇത്തരത്തിൽ ആ ഒരു ദുഃഖം അലറി വിളിച്ചുകൊണ്ട് തന്നെ രേഖപ്പെടുത്തി. എന്നാൽ ആ ഒരു നിമിഷം സ്നേഹം പകയായി മാറുന്നത് നമുക്കിവിടെ കാണാം. ആ പകയിൽ അവൻ ഉറപ്പിച്ചു, ഇത് ദുർഗയ്ക്ക് മേൽ തീർക്കുമെന്ന്. അവനും അകലുന്നു. അങ്ങനെ ഒരു ദിവസം വരുന്നു. ദുർഗ തനിച്ച് ഇതുപോലെ ട്യൂട്ടോറിയലിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ആരും തന്നെ ആ വഴിയരികിൽ ഉണ്ടായിരുന്നില്ല. കുട്ടൻ അവിടെ ദുർഗയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു, തൻ്റെ പക തീർക്കാനായി. പെട്ടെന്ന് തന്നെ കുട്ടൻ ദുർഗയ്ക്ക് മേൽ ചാടി വീഴുകയാണ്. അവൾ പതച്ചുപോയി. എന്തിനാ ഇവനിപ്പോൾ എന്നെ ഇത്തരത്തിൽ തടയാൻ പോകുന്നത്? ദുർഗ വിചാരിച്ചു. ദുർഗ അത് ചോദിച്ചു. അപ്പോഴേക്കും കുട്ടൻ ദുർഗയെ കടന്നു പിടിക്കുന്നു. ദുർഗ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുതറി ഓടുകയാണ്. രക്ഷിക്കാൻ മറ്റാരുമില്ലാത്ത അല്പം നിമിഷങ്ങൾ, പിറകെ മരണമുണ്ടെന്ന് ഉറപ്പുള്ള കുറച്ച് നിമിഷങ്ങൾ. ദുർഗ ഓടുന്നു. അവളുടെ ഓരോന്നായി ആ വഴിയരികിൽ അവൾക്ക് നഷ്ടമാകുന്നു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദുർഗ വീണ്ടും ഓടുക. മറ്റാരുമില്ല സഹായിക്കാൻ. അങ്ങനെ അവസാനം അവൾ തളർന്നു വീഴുന്നു. ഇരയെ കീഴടക്കിയ ഒരു സന്തോഷത്തിൽ അവൾ നിൽക്കുമ്പോൾ അവളുടെ ടീച്ചർ അത് വഴി വരികയാണ്. ടീച്ചർ ഇത് കണ്ട് അലറി. അത് കേട്ട് കുട്ടൻ ഭയന്നു. ടീച്ചർ ഓടി അടുക്കുകയാണ് ദുർഗയെ രക്ഷിക്കാനായി. ആ ഒരു സമയം ടീച്ചർ എത്തുമ്പോഴേക്കും കുട്ടൻ നടന്നകന്നിരുന്നു. ടീച്ചർ അവിടെ എത്തിയ ആ ഒരു സമയം അവളുടെ ഭാഗ്യമാണ്. ടീച്ചർ അവളെ വിളിക്കുകയാണ്, മാറോട് ചേർക്കുകയാണ്. അവൾ പൊട്ടിക്കരയുകയാണ്. അവസാനം ടീച്ചർ അവളെ സമാധാനിപ്പിക്കുകയാണ്. ശേഷം കുട്ടിയെയും കൊണ്ട് ടീച്ചർ വീട്ടിലേക്ക് പോകുന്നു. അവിടെ അമ്മയുണ്ട്. അമ്മ കതക് തുറന്ന് നോക്കുമ്പോൾ തൻ്റെ മകൾ സാധാരണ വരുന്നതിൽ വ്യത്യസ്തമായി മറ്റാരോടൊപ്പം. അമ്മയെ കണ്ട് പൊട്ടിക്കരഞ്ഞു അവളുടെ സങ്കടം മൊത്തം അമ്മയോട് പറയുന്നു. ടീച്ചർ അമ്മയെ സമാധാനിപ്പിക്കുന്നു. ശേഷം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ LGPയുടെ മുന്നത്തൊരു വീഡിയോയിൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം ചൈൽഡ് ലൈനെ അറിയിക്കുക എന്ന് ഓർക്കുന്ന ടീച്ചർ ഉടനെ തന്നെ ചൈൽഡ് ലൈനിൽ വിളിക്കുകയും അവിടെ നിന്ന് വോളണ്ടിയർ വരികയും കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ രേഖപ്പെടുത്തുകയാണ്. വൈകുന്നേരമായപ്പോഴേക്കും അച്ഛൻ വന്നു. അച്ഛനൊരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല തൻ്റെ മകളുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ. അവൾ ദയനീയതയോടുകൂടി അച്ഛനെ നോക്കി. എന്നാൽ അച്ഛൻ സംയമനത്തോടുകൂടി ജീവിതത്തിലേക്ക് അവളെ തിരിച്ചു വിളിക്കുകയാണ്. അങ്ങനെ ശേഷം പോലീസ് വന്നു. പോലീസ് മോളുടെ മൊഴി അച്ഛനമ്മമാരുടെ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തുന്നു. വീട്ടിൽ വെച്ച് തന്നെയാണ് മൊഴി രേഖപ്പെടുത്തുന്നത്, പോലീസ് സ്റ്റേഷനിൽ പോകണ്ട. ശേഷം മെഡിക്കൽ എക്സാമിനേഷനും മജിസ്ട്രേറ്റിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനുമായി പോലീസിനോടൊപ്പം പാരൻസിനുമൊത്ത് അവൾ പോവുകയാണ്. നിയമ നടപടികൾ തുടർന്നു. കുട്ടനെ അറസ്റ്റ് ചെയ്യുന്നു. കോടതിയിൽ ട്രയൽ വരുന്നു. ഒരു പ്രാവശ്യവും കൂടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പോക്സോ കോടതിയിൽ ദുർഗ പോയി. അങ്ങനെ കുറ്റക്കാരനാണെന്ന് കണ്ട് അവനെ ശിക്ഷിക്കുന്നു ജീവപര്യന്തം. ഇരയ്ക്ക് നീതി ലഭിച്ചു. സന്തോഷത്തോടുകൂടി ദുർഗ വീണ്ടും സ്കൂളിലേക്ക് നടന്നകലുന്നു.